ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആരും ആക്ഷൻ എടുക്കരുത്. നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ദ കറണ്ട് ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നോക്കുന്നത്. വി ഹാവ് ദി 7 ഓഫ് പെൻറ്റക്കിൾ. ഓക്കെ, ഇവിടെ ആ ഒരു വ്യക്തിയുടെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നത് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഒരുപാട് നാളായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ അന്വേഷിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ എഫേർട്ട് എടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിങ്ങളെ വീക്ഷിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു വിഷമപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പേഴ്സൺ ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ നമുക്കിത് ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. സോറി, ഇവിടെ ആ ഒരു പേഴ്സൺ അറിയാം നിങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കണക്ഷനായിട്ടാണ് തോന്നുന്നത്. എന്ത് തന്നെ സിറ്റുവേഷനിലുണ്ടെങ്കിലും ആ ഒരു പേഴ്സണെ ഏറ്റവും മനസ്സിലാക്കിയ ഒരു വ്യക്തി നിങ്ങളായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ ആ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒരു അവസരം ആ ഒരു വ്യക്തിക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ അടുക്കൽ തന്നെ വരണം എന്നുള്ള രീതിയിലേക്ക് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം ആ ഒരു പേഴ്സൺ വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. മേ ബി വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്തി അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് വേണം കാണിക്കാൻ. അതുപോലെ തന്നെ ഇവിടെ പറയാന്നുണ്ടെങ്കിൽ ഒരു ജെമിനി, സ്കോർപ്പിയോ, അക്വേറിയസ് ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഒരു സോഡിയാക് സൈൻ ആകാം. സോഡിയാക് സൈൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെയധികം നിരാശാപൂർവമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചതാണെങ്കിൽ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ച രീതിയിലല്ല ആ ഒരു തേർഡ് പാർട്ടി ഉള്ളത് എന്നുള്ള ഒരു റിയലൈസേഷൻ ആ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ളതായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി തിരിച്ചും നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വില മനസ്സിലാക്കി വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇവരുടെ ലൈഫിലേക്ക് വീണ്ടും വരുമോ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ വി ഹാവ് ദി 4 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ദ ബോട്ടം ഓഫ് ദ ഡെക്ക് 10 ഓഫ് വൺസ് ആണ്. അതായത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി കാരണം ഒരുപാട് തരത്തിലുള്ള ഒരു മാനസിക പിരിമുറുക്കം പോലെ അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേ ബി ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തെക്കാൾ കൂടുതൽ ഒരു സങ്കടം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലേക്ക് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുന്നത് പോലെയൊക്കെ ആ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അതായത് പണ്ടത്തെ പോലെ ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സണ് കടക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതൊക്കെ ആയിട്ടാണ് ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുകയാണ്. പണ്ടത്തെ നിങ്ങളും ഇപ്പോഴത്തെ നിങ്ങളും ഒരുപാട് മാറി എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ ആ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം കാണിക്കുന്നത്. നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്താണ്, എങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നോക്കാം. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഒരു ഫാമിലി കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു പേഴ്സൺ പൂർണ്ണനാകുന്നത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഹാപ്പിനെസ്സിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തത് തന്നെ അല്ലെങ്കിൽ എന്താണെന്ന് അറിഞ്ഞത് തന്നെ ചിലപ്പോൾ നിങ്ങളിലൂടെയാണ് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. എത്ര തന്നെ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ടെങ്കിലും ഒരു ഹാപ്പിനെസ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഇപ്പോൾ നോക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇടയിലാണ്. മേ ബി ഒരു റിയലൈസേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മിസ്സിംഗ് ആണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. കാരണം ചില കാര്യങ്ങൾ അവർ ഉദ്ദേശിച്ച രീതിയിലല്ല എന്ന് കാണിക്കുന്ന സമയത്ത് ഒരു നിരാശ, ഒരു കുറ്റബോധം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അതിന് പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് ഒരുപാട് വളരെയധികം എന്തൊക്കെയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഒരിക്കലും അത് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് എൻ്റെ
ഒരു നിർഭാഗ്യം കൊണ്ട് അതൊക്കെ കുറച്ച് ദൂരെ മാറി എന്നുള്ള രീതിയിലൊക്കെ ഒരു നഷ്ടബോധത്തോടെയൊക്കെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു അവസരം ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആ ഒരു പേഴ്സൺ അറിയാം നിങ്ങളുമായിട്ടൊരു ഫാമിലി കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ ആ ഒരു പേഴ്സണുമായിട്ട് ഒരു കുടുംബം സ്വപ്നം കണ്ടതാകാം. അല്ലെങ്കിൽ കുടുംബത്തോടെ ജീവിക്കുന്ന ഒരു പേഴ്സണിൽ ആ ഒരു പേഴ്സണെ കല്യാണം കഴിച്ചവരാണെങ്കിൽ പോലും വീണ്ടും ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ട് നിങ്ങളുടെ അടുക്ക വരണം എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. അങ്ങനെയുള്ളൊരു കമ്മിറ്റ്മെൻ്റാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്, ഒരു ഫാമിലി പോലെ ഒരു ഹാപ്പിനെസ്. ബട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സമയത്ത് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു എവിടുന്ന് തുടങ്ങണമെന്നോ എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു തീരുമാനം എടുക്കണമെന്നോ ഒന്നും അറിയില്ല. കാരണം നിങ്ങൾ അത്രക്കും കൺഫ്യൂഷനാക്കി അല്ലെങ്കിൽ മാറ്റി വെച്ച ഒരു സിറ്റുവേഷൻ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആ ഒരു പേഴ്സണെ ഒന്നും അല്ലെങ്കിൽ ഞാനിനി ഒന്നും പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല, എങ്ങനെ അത് എടുക്കുന്ന പോലും അറിയില്ല. ചിലപ്പോൾ അത്രയും ആ ഒരു പേഴ്സൻ്റെ വീണ്ടും വീണ്ടും ത്രീ എപ്പിസോഡാണ് ഒരു കുറ്റബോധം, അതുപോലെ തന്നെ ഒരു റിഗ്രറ്റ്. അതുതന്നെയാണ് റിഗ്രറ്റ്, കുറ്റബോധം, അതുപോലെ തന്നെ എന്തൊക്കെയോ എനിക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം എൻ്റെ കയ്യിൽ നിന്ന് പോയോ എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയൊക്കെ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലുള്ളതായിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഒരു പക്ഷേ ഒരു ചാൻസും കൂടി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുറേ ആൾക്കാർ എൻ്റെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വീണ്ടും അവരും ഒരു ചാൻസ് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രത്തോളം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ കീപ്പപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തികളാകാം. എന്നാൽ നേരെ മറിച്ചുള്ള ഓപ്പോസിറ്റുള്ള നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നോക്കിയ ഒരു ടെൻഡൻസി ആയിരിക്കാം ആ ഒരു സമയം ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയാണ്, നിങ്ങളുടെ ഒരു ഹേർട്ട് ബ്രേക്ക് ആയിട്ടുള്ള ആ ഒരു രീതി അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ച ആ ഒരു സാഹചര്യം അതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയാണ്. ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്തു പോയ തെറ്റാണ്, അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അത് മനഃപൂർവ്വമായിരുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന ആ ഒരു സമയത്തെ ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്തതിൽ ഇപ്പോൾ കുറ്റബോധം ആ ഒരു പേഴ്സണെ വളരെയധികം വേട്ടയാടുന്ന രീതിയിലുള്ള ഒരു കാരണം ഇവിടെ പറയാന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. ഒരു ഫാമിലിയെ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഫാമിലിയായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ലൈഫിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൻ്റെ കറണ്ട് ഇൻറ്റൻഷനായി എന്താണ് ആഗ്രഹം എന്നുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ വി ഹാവ് ദ സൺ കാർഡ്, ദ ഡെവിൾ ആസ് എ റിവേഴ്സ്. ഓക്കെ, പിന്നെ 10 ഓഫ് വാണ്ട്സ്. ഒരു കംപ്ലീഷൻ ആവേണ്ട ഒരു നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു കുറേ ആൾക്കാരെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും അവിടെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വലുതാക്കി കാണുകയും എന്നാൽ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന തെറ്റാണെങ്കിൽ അത് നല്ല രീതിയിൽ ന്യായീകരിച്ച് നിൽക്കാൻ ശ്രമിക്കുകയും ലാസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകണം. ഐ ഡോണ്ട് നോ എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല, ബട്ട് സ്ട്രോങ് ആയിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു ഹോപ്പ് ഉണ്ട് ആ ഒരു പേഴ്സൺ. എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ആ ഒരു അഡിക്ഷൻ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹേർട്ട് ബ്രേക്ക് ഇപ്പം നോ കോണ്ടാക്റ്റ് ആണ്, കാർമിക്കാണ്, എൻഡപ്പാണ്, എന്ത് പറഞ്ഞാലും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ആ ഒരു പേഴ്സൺ വേദനിപ്പിച്ച ആ ഒരു രീതിയാണ്, അല്ലാതെ നിങ്ങൾ അത് മൂവ് ഓൺ ചെയ്തു എന്നാണെങ്കിൽ പോലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളോട് ചെയ്തു പോയ തെറ്റ് ആ ഒരു റിഗ്രറ്റിൽ കഴിയുന്ന ആൾക്കാരാണല്ലോ. അപ്പം പണ്ടൊന്നും അതൊന്നും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഒരു സ്നേഹം, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അതൊരു പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ കിട്ടുന്ന സ്നേഹം അതായിരുന്നില്ല യഥാർത്ഥം. അവരെന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നത്. എന്നാൽ നിങ്ങളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. അപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളാണ് തെറ്റ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഒരു വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴുള്ള ഒരു എനർജി പ്രകാരം
ആ ഒരു പേഴ്സൻ്റെ ചിന്തയിൽ അന്ന് നിങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് റിഗ്രറ്റ് അടിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ള അവസ്ഥ വരില്ലായിരുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ടും പറയാനുള്ളത്. ഇപ്പോൾ ഉള്ള ഒരു എനർജി പ്രകാരം എന്ത് ചെയ്യണം എന്നറിയില്ല, ഒരു കൺഫ്യൂഷനുള്ള ഒരവസ്ഥ. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അഡിക്ഷൻ്റെ പേരിലാണ് നിങ്ങളെ ഒഴിവാക്കി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ആ ഒരു പേഴ്സൺ മാറ്റി വയ്ക്കാം എന്നുള്ള രീതിയിലാണ് ആഗ്രഹിക്കുക. കാരണം ഇവിടെ ഒരാളെ കീപ്പപ്പ് ചെയ്യണം, നിങ്ങൾ കീപ്പപ്പ് ചെയ്ത് വെക്കണം എന്ന് ആഗ്രഹിക്കണം. ഓപ്പോസിറ്റുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ച പോലുള്ള ഒരു വ്യക്തിയല്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങളുടെ അടുക്ക് ഓടി വരാനാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടി ഒരു വ്യക്തിയാണ് എന്ന് ഉറപ്പുള്ളവർക്കാണ് ഞാനിത് കൂടുതലായിട്ട് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. തീർച്ചയായിട്ടും കൂടുതലായിട്ട് ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വളരെ ക്ഷമയോടെ കാത്തിക്കുകയാണ്. പക്ഷെ ആ ഒരു പേഴ്സൺ ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയത് കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. The Nine of Pentacles, okay. The Sun card, the Queen of Swords, okay. The Judgment, the Eight of Cups, the Eight of Swords, again the Ten of Wands. ഇവിടെ പറയാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വിചാരിക്കുകയാണ്, അതായത് നിങ്ങൾ ഉള്ള ടൈം, നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയം അതായിരുന്നു ഏറ്റവും നല്ല സമയം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും പല കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കുന്ന പോലെയൊക്കെ ചിലർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരാളുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പെട്ട് കിടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജിയും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പണ്ടത്തെ ഈ ഒരു വ്യക്തിയാണെങ്കിൽ വളരെ പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ എന്തും ഏതിനും വേണ്ടി പ്രതികരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ ആ ഒരു പേഴ്സൺ എന്താണ് ഫുൾ കൺട്രോൾ കൊടുത്ത മാതിരിയുള്ള ഒരു എനർജി കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർക്ക് അത് കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു പേഴ്സണ് തന്നെ സ്വന്തമായിട്ട് തീരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ തേർഡ് പാർട്ടി അത്രയും കൺട്രോളിങ്, അല്ലെങ്കിൽ വളരെയധികം കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എനർജി ആകണം. അതായത് ആ ഒരു പേഴ്സണൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം ചിലപ്പം എല്ലാത്തൊന്നും ഫ്രീ ആയിട്ട് ഒന്നിലും നിൽക്കാതെ, അല്ലെങ്കിൽ ഓരോരോ സിറ്റുവേഷനിൽ ഇങ്ങനെ ഈ പേഴ്സണായിട്ട് അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വ്യക്തിക്കുണ്ട്. അതുപോലെ തന്നെ പക്ഷെ ഒരിക്കലും ഒരു കാര്യം വിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് നിങ്ങളുടെ അടുക്ക വരാനും പറ്റുന്നില്ല. ആ ഒരു ഗ്യാപ്പാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അത് ഈ ഒരു നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റണം, തെറ്റിദ്ധാരണ മാറ്റണം. ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തുകൊണ്ടോ ഈ ഒരു ടൈം അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. മേ ബി ഇൻ ദ ഫ്യൂച്ചറിൽ നമുക്ക് എന്തായാലും ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി ഒരു ഹാപ്പിനെസ്സോടു കൂടി, അതായത് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ എനർജി. ഒരു കമ്മ്യൂണിക്കേഷൻ എങ്കിലും എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സൺ വല്ലാതെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. We have the Judgment, the Two of Pentacles, the Four of Cups, the Two of Pentacles, the Eight of Cups, the King of Wands. ഇവിടെ നിങ്ങളുടെ എനർജി പ്രകാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റിൽ സ്റ്റക്കഡാണ് കുറച്ചൊരു മൊമെൻറ്റിൽ വരെ. എന്നാൽ ഒരു തീരുമാനം എടുക്കണോ എന്ന് ചോദിച്ചാൽ എടുക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലുണ്ട്. കുറേ ആൾക്കാർ മുന്നോട്ട് പോകുമ്പോഴും കുറച്ച് ആൾക്കാർക്ക് അത് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ നമുക്ക് എയ്റ്റ് ഓഫ് കപ്പ് റിവേഴ്സാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഒരു ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര എന്താണ് ഇമോഷണലി നിങ്ങൾ വളരെ തകർന്നു പോകുന്ന പോലെയുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പേഴ്സൺ ചെയ്തു പോയതിനെക്കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയത്തോളം അതിൻ്റെ പകുതി പോലും ഈ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന് ഓർക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. മേ ബി ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഇനി ആരെയും വേണ്ട, ഇനി ജീവിതത്തിൽ ഒരാളെയും ട്രസ്റ്റ് ചെയ്യില്ല, വിശ്വസിക്കില്ല എന്നൊരു പോയിന്റിൽ ചെന്നെത്തിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം നിങ്ങളെ ഇപ്പോൾ
ഈ ഒരു പേഴ്സൺ കാരണം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ ആരായിരുന്നു ശരി ആരായിരുന്നു തെറ്റ് എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ എത്തിക്കണമെങ്കിൽ കുറച്ചധികം നമ്മുടെ യൂണിവേഴ്സൽ ആണെങ്കിലും ഡിവൈൻ എനർജി ആണെങ്കിലും കുറച്ചധികം പാടുപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ. കാരണം എന്ന് വെച്ചാൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ട സയൻസ്, അതായത് നിങ്ങൾക്ക് വേണ്ട ക്ലൂ എല്ലാം തന്നിട്ട് പോലും ചില ആൾക്കാർ അങ്ങോട്ട് പോയി വീണ്ടും ഹേർട്ടാവുക, ടോക്സിക് സൈക്കിൾ തുടങ്ങുക. എല്ലാവരും ടോക്സിസിറ്റി കാണിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് ആൾക്കാർ ഒരു കാർമിക് പാർട്ട്ണറാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ അടുക്ക പോയാൽ നമുക്കൊരു ബുക്കിൻ്റെ എല്ലാ വശവും അറിയാം അല്ലേ. എന്നിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബുക്കിലെ കഥയൊന്നും മാറാനൊന്നും പോകുന്നില്ലല്ലോ. ആ സെയിം കഥയാണ്, അതേ ക്യാരക്ടറാണ്, ഇതിൻ്റെ സ്റ്റോറി നമുക്കറിയുകയും ചെയ്യാം അല്ലേ. അതേമാതിരിയാണ് വീണ്ടും വീണ്ടും നിങ്ങൾ കുറേ ആൾക്കാർ അങ്ങോട്ട് പോയി വീണ്ടും നിങ്ങളൊരു ഓപ്ഷൻ പോലെ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകാം. വീണ്ടും അത് നിങ്ങളെ ഒരു ഹീലിങ്ങിനെ ബാധിച്ചിട്ടുണ്ടാകാം. വീണ്ടും നിങ്ങൾക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു എനർജി എനിക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ, താഴെ കമൻറ്റ് ബോക്സിലിടും. കാരണം അത് റിപ്പീറ്റിംഗ് എനർജിയാണ്. നമുക്ക് ടു ഓഫ് പെൻഡക്കിൾ ഒരു ബാലൻസ് ചെയ്യാൻ പോയ സമയത്ത് ഒരു ചെറിയൊരു ഹോപ്പ് ഉണ്ട്. ചില ആൾക്കാർ അങ്ങോട്ട് പോകാൻ നോക്കുന്നതാകാം, അഥവാ ഇത്രയും കുറച്ച് നാളായില്ലേ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ള ചിന്തയുള്ള ആൾക്കാരും ആയിരിക്കാം ചിലപ്പം. അപ്പോഴുള്ള സമയത്താണ് നിങ്ങൾക്ക് എന്താണ് ഒരു മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത്. നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, we have the 8 of swords, the lovers, again the lovers ചാടി വരുന്നു. I don't know why. We want one of the truth. Okay, Scorpion card. ഇനി സ്കോർപ്പിയോൺ ആർമി ആരെങ്കിലും ഉണ്ടോ? October 23rd, October 20 ആ ഒരു രീതിയിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആയവർ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം ഇമോഷണലി ആ ഒരു പേഴ്സണോട് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ഹീലിംഗ് പോസിബിൾ ആവില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് അല്ലെങ്കിൽ ഒരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ഹീൽ ചെയ്യുക. ഇവിടെ ഹീൽ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സണെ കുറിച്ചുള്ളൊരു തോട്ട് വരികയാണ്. കംപ്ലീറ്റ്ലി ഹീലിംഗ് പ്രോസസ്സ് അങ്ങനെ എന്താ പറയുക അട്ടിമറിയെന്നൊക്കെ പറയാറില്ലേ, ആ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡായി, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത എന്നറിയാത്തയായി, ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നു, അതാകപ്പാട് അലങ്കോലായി വെച്ചിരിക്കുക എന്നാണ് കാണിക്കുന്നത്. അലങ്കോലായി എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ, അല്ലാണ്ട് ഒരു അലങ്കോലമൊന്നുമല്ല, അല്ലാണ്ട് നിങ്ങൾ അടിപൊളിയാണ്. ഓക്കെ, ഇപ്പോൾ ഉള്ള സാഹചര്യത്തിലാണ്. ഈ ഒരു സിറ്റുവേഷനൊക്കെ ഇങ്ങനെ പോയാൽ മതിയോ? നമുക്ക് മാറ്റണ്ടേ? നമുക്ക് നമ്മുടെ കാര്യം നോക്കണ്ടേ? അവർ വരുന്നുണ്ടെങ്കിൽ വരട്ടെ. ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ മനസ്സിലാക്കി ഒരു ട്രൂ ഇൻറ്റൻഷനോട് കൂടി അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങളുടെ വില മനസ്സിലാക്കി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ എനർജി വെറുതെ ഒരു കളയുന്നതിന് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഐ എം സെയിങ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര അധികം ഒരു സത്യം നിങ്ങൾക്കും അറിയാം. ആ ഒരു പേഴ്സണിനെ കുറിച്ചിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നും ഒക്കെ അറിയാം. പക്ഷെ നിങ്ങൾ സത്യത്തിൽ നിന്നും ഒളിച്ചു മാറിപ്പോകാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതങ്ങനെയല്ല. അഥവാ അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് അവർ വരുന്നുണ്ടെങ്കിൽ അവരവരുടെ പ്രവൃത്തിയിലാണ് കാണിക്കുക, വാക്കുകളിലല്ല. വാക്കുകളിലുള്ള ഒരു തരത്തിലുള്ള ആക്ഷനും ഒരാളും ട്രസ്റ്റ് ചെയ്യരുത്. കാരണം നമ്മൾ ഇന്ന് പറയുന്ന വാക്കാവണമെന്നില്ല നാളെ പറയുന്നത് അല്ലേ. അപ്പോൾ വാക്കുകളിൽ ട്രസ്റ്റ് ചെയ്യാതെ നിങ്ങൾ പകരം എന്തിനെ ട്രസ്റ്റ് ചെയ്യണം? ഒരു ആക്ഷനിൽ ട്രസ്റ്റ് ചെയ്യുക. ആ ഒരു പേഴ്സണേക്കാൾ കൂടുതൽ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നല്ല, എന്നാൽ വാക്കുകളിൽ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരാളുടെ വാക്കുകളിൽ മാത്രം വിശ്വസിച്ച കാര്യമുണ്ടോ? നേരെമറിച്ച് ആ ഒരു പേഴ്സൺ നിങ്ങൾക്കായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതിനെയാണ് നിങ്ങൾ വാല്യൂ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. We have the Devil card. Okay, the Queen of Swords, the Star card, the Queen of Pentacles, Queen of Swords, Queen of Pentacles, the Temperance card, the Ace of Cups, bottom of the deck, Knight of Wands. Okay, കുറേ ആൾക്കാർ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെയിറ്റിംഗ് സൈനാണ്. വെയിറ്റിംഗ്.
മേ ബി നിങ്ങൾക്ക് ഇവിടെ 2 തരത്തിലുള്ള വെയിറ്റിംഗ് ആണ്. കാരണം നിങ്ങളുടെ ഹീലിംഗ് പീരീഡ് കംപ്ലീറ്റ് ആവാനും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഡയറക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. മേ ബി ഞാൻ എന്നെക്കാൾ കൂടുതൽ ആ ഒരു പേഴ്സണെ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ മനസ്സിലാക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അവരത്ര പോലും എഫേർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ അവരവരുടെ ഹാപ്പിനെസ് തേടി പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു എനർജി നേരത്തെ പറഞ്ഞ പോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ ഒരുപാട് ഹോപ്പ് വയ്ക്കുകയാണ്. നിങ്ങളുടെ ഹീലിങ്ങിനേക്കാൾ കൂടുതൽ ഹോപ്പ് നിങ്ങളിവിടെ കൊടുക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരെ എവിടെ കൊടുക്കുന്നുണ്ട്, ഈ ഒരു പേഴ്സണും അതുപോലെ തന്നെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻ മാറാനും ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുക്ക വരാനുള്ള മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, വളരെ നല്ല കാര്യം. ഒരു ഹാപ്പിനെസ് ആണെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്തു പോവാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങളുടെ സെൽഫ് കെയർ, സെൽഫ് ഹീലിംഗ് വളരെ നല്ല രീതിയിലാക്കി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സണോടുള്ള നിങ്ങൾക്കുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ പറയുന്ന ആ ഒരു പേഴ്സൺ ഒരുപാട് തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ട്. ഒരുപാട് മണി, അല്ലെങ്കിൽ വേറെ തരം ആൾക്കാർ, അങ്ങനെയുള്ള രീതിയിലുള്ള അഡിക്ഷൻസൊക്കെ ഉണ്ട്. ആ അഡിക്ഷൻസൊക്കെ മാറിയിട്ട് ലോയാലിറ്റിയോട് കൂടി, അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി, ഒരു കള്ളൊന്നും പറയാതെ, അല്ലെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനൊക്കെ വെച്ച് അങ്ങനെയുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണ്, നിങ്ങൾ അവരെ സ്വീകരിക്കും. നേരെ മറിച്ച് ആ ഒരു വ്യക്തിക്ക് തന്നെ ഇതിലൊരു കമ്മിറ്റ്മെൻറ്റ് തരണോ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു എനർജിയൊന്നും കുറേ ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അത്ര വരെ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇല്ലാതെയും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കോൺസെപ്റ്റിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പറയാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറേ ആൾക്കാർ ഹാപ്പിയാണ്. മീൻസ് എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണിലൂടെ നിങ്ങൾക്ക് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ചില റിയലൈസേഷനിലൂടെ ഞാൻ മതി, എനിക്ക് ഇനി ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി, വിശ്വസിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എനിക്ക് തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ വേറൊരാളുടെ വഴി തന്നെ പോകാനോ ഒന്നും താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കും, എനിക്ക് എൻ്റെ ഹാപ്പിനെസ് ഞാൻ ഫോക്കസ് ചെയ്യും, അതിൻ്റെ അപ്പുറം എനിക്കൊന്നുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. വി ഹാവ് ഷീൽഡ് യുവർ സെൽഫ്. നിങ്ങളെന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾക്കൊരു ഷീൽഡ് പോലെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ തരും. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എൻ എറ്റേണൽ ലവ് ബിറ്റ്വീൻ യു. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അത് തേടി വേറൊരിടക്ക് പോകണം എന്നുള്ള രീതിയിലേക്കാണ് ചോദിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ബാലൻസ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ഏഞ്ചൽസ് ഫോർ ബ്രിങ്ങിങ് മൈ ലൈഫ് ഇൻ ടു ബാലൻസ്. എൻ്റെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവന്നതിൽ നന്ദിയുണ്ട്. ഇതൊരു മാനിഫെസ്റ്റേഷൻ കാർഡാണ് കേട്ടോ. കാരണം നിങ്ങളുടെ ലൈഫിൽ ബാലൻസ്, നിങ്ങളൊരു ഹാപ്പിനെസ് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാലൻസ് കാർഡിൻ്റെ മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യാം. ഞാൻ വിചാരിക്കുന്നു അത് കാണുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് മാനിഫെസ്റ്റേഷനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കൊരു കാർഡും കൂടി നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഡു യു ഹാവ് റൂം ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സ്പേസ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതാണ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുക. നേരെ മറിച്ച് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനൊരു സ്പേസ് കൊടുക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നൊക്കെ കാണിക്കുന്ന ഒരു കാർഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.